സർവവിധ സ്തുതിസ്തോത്ര ബഹുമാനങ്ങൾക്കും ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന സർവേശ്വരന്റെ വന്യ തിരുനാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർക്കും ദൈവവചനം ശ്രവിക്കുവാനുള്ള ഏറിയ വാഞ്ചയോടെ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിനും നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന, വിശ്വാസത്തെ തൊട്ടുണർത്തുന്ന മനോഹരമായ ആത്മീയ ഗാനങ്ങൾ ആരംഭിച്ച് നമ്മെ സഹായിച്ചു കൊണ്ടുന്ന ഗായക സംഘത്തിനും ഈ മൈക്കിന്റെ ശബ്ദ പരിധിക്കുള്ളിലായി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവും വന്ദനവും പ്രാരംഭമായി അറിയിച്ചു കൊള്ളുകയാണ്. അതുല്യ ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തുന്ന സുവിശേഷ മഹായോഗത്തിന്റെ പ്രഥമ രാത്രികാലം യേശു ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി പ്രത്യേക കഥാവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ലഭിച്ച ഈ വലിയ അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സൃഷ്ടികളുടെ അധിപതിയായി, സൃഷ്ടിയുടെ മണിമകുടമായി, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മണ്ണിനും പെണ്ണിനും പൊന്നിനും പണത്തിനും സ്ഥാനത്തിനും മാനത്തിനും മദ്യത്തിനും അധികാരത്തിനും അലങ്കാരത്തിനും ആഡംബരത്തിനും വേണ്ടിയുള്ള പരക്കം പാച്ചിനിടയിൽ മൃഗത്തെക്കാൾ വളരെ വളരെ ദയനീയമായി അധപ്പതിച്ചിരിക്കുന്ന കാഴ്ച ലോകത്തിൽ എവിടെയും നമുക്ക് കാണുവാൻ കഴിയും. തിരുവചനം ഇങ്ങനെ പറയുന്നു: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ ചെയ്യാൻ മടിയില്ലാതെ മനുഷ്യത്വം മരവിച്ച് മനസാക്ഷി ഇരുളടഞ്ഞ് മൃഗതുല്യരായി മാറിയ മനുഷ്യവർഗത്തെ മനുഷ്യത്വത്തിലേക്ക്, മാനുഷിക മൂല്യങ്ങളുടെ മനോഹരാനുഭവങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ മഹാദൈവം മഹോന്നതം വെടിഞ്ഞ് ഈ മണ്ണിൽ മനുഷ്യാവതാരം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ മനുഷ്യാവതാരം ചെയ്ത മശിയ അഥവാ യേശു ക്രിസ്തു കാൽവരിയിലെ മഹായാഗത്തിലൂടെ മാലിന്യമേശാത്ത പവിത്ര രക്തം ചിന്തുവാൻ ഇടയായി. യേശു ചൊരിയ ചോര, യേശു ചിന്തിയ പവിത്ര രക്തം മർത്യന്റെ പാപപരിഹാരാർത്ഥം മാത്രമായിരുന്നില്ല, പ്രത്യുത മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിന്റെ മറുവിലയായിരുന്നു. ഇന്ന് രാത്രി വീണ്ടെടുപ്പിന്റെ മറുവില എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ദൈവത്തിന്റെ അകത്ത് പ്രകാശിപ്പിക്കുന്ന ആത്മീയ ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്തൃകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. അതിന് ആധാരമായി വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും, ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? എല്ലാവർക്കും ഒരു നിമിഷം കൂടെ പ്രാർത്ഥനയ്ക്കായി തങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. ദേശത്ത് യേശുവിന്റെ നാമം ഉയർത്തപ്പെടണം. ക്രൂശിൽ കൂടി ദൈവം സാധിപ്പിച്ച വീണ്ടെടുപ്പിന്റെ ശക്തിയും സ്വാധീനവും മഹത്വവും ദേശം അറിയത്തക്ക നിലയിൽ ഇന്ന് രാത്രി അതിനെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നണം. തേജസ്സിന്റെ സുവിശേഷം ഇന്ന് രാത്രി ചില ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കപ്പെടുവാൻ ഇടയാകണം. എല്ലാവർക്കും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. എല്ലാ വചനങ്ങൾക്കും ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിജന ഹത്തരി ജൂബിനി ഹംബൽക്കരാധനാലവലവച്ചി. Glory, hallelujah, hallelujah, hallelujah. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൃപാസനത്തോളം ഈ സമയം അടുത്തു വരികയാണ്. ഏറിയ പ്രതീക്ഷയോടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തെ തൃക്കരങ്ങൾക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഇന്ന് രാത്രി ആവേ തേജസ്സിന്റെ
കാലാവസ്ഥയെ അനുകൂലമാക്കണം. പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. തനി വെൺപ്രഭാപൂരം പരത്തുന്ന 66 മാർബിൾ ശിലകളാൽ പടുത്തുയർത്തി പണിതിരിക്കുന്ന ഒരു മഹാസൗധത്തോട് സാമ്യപ്പെടുത്താവുന്ന സത്യവേദ പുസ്തകത്തിന് 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന് 39 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമം, 2 27 പുസ്തകങ്ങൾ അടങ്ങിയ പുതിയ നിയമം. ഇതിൽ പഴയ നിയമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പിറവിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ തിരു അവതാരത്തിന് വേണ്ടിയുള്ള സുദീർഘമായ 4000 വർഷത്തെ ഒരുക്കമാണ് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ പ്രകടനവും, ലേഖനങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ വ്യാഖ്യാനങ്ങളും, വെളിപ്പാട് പുസ്തകം യേശുക്രിസ്തു മൂലമുള്ള സകലത്തിന്റെയും പരിസമാപ്തിയുമാണ് അവയെ കുറിക്കുന്നത്. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ രാജകീയ മഹത്വം പ്രകീർത്തിക്കുന്ന പുതിയ നിയമത്തിലെ പ്രഥമ ഗ്രന്ഥമായ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ട് തന്റെ ജീവൻ അഥവാ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ അഥവാ തന്റെ ആത്മാവിനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ ദൈവത്തിന് എന്ത് മറുവില കൊടുക്കും? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം പഠിക്കുമ്പോൾ അതിപ്രാധാന്യമേറിയ 4 ചോദ്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ ചോദിച്ച 2 വിലപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ട്. ഒന്ന്, ജനങ്ങൾ യേശുവിനെ ആരെന്ന് പറയുന്നു. 2, ശിശുക്കൾ ചോദിക്കുകയാണ്, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു ക്രിസ്തു ചോദിച്ച 2 വലിയ ചോദ്യങ്ങളാണ്. എന്നാൽ നാം വായിച്ചു കേട്ട വാക്യത്തിൽ മനുഷ്യരുടെ ബന്ധത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന, മനുഷ്യന്റെ ഈ ലോക ജീവിതം തൊട്ട് പരലോകം വരെ നീണ്ടു നിൽക്കുന്ന അവരുടെ ജീവിതത്തിന്റെ ആകെ തുകയെ അളക്കുന്ന അതിപ്രാധാന്യമേറിയ 2 ചോദ്യങ്ങളാണ് 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിച്ചു കേൾക്കുവാനിടയായത്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ നേടുവാൻ അവൻ എന്ത് മറുവില കൊടുക്കും? ആരും ജനിച്ചിട്ടില്ലാത്തതുപോലെ, കന്യകയിൽ ജനിച്ച് ആരും ജീവിച്ചിട്ടില്ലാത്തതുപോലെ, പാപരഹിതനായി ജീവിച്ച് കുരുടനെ കാഴ്ച കൊടുത്ത് കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി മുടന്തനെ നടക്കുവാനാക്കി ആരും മരിച്ചിട്ടില്ലാത്തതുപോലെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് ആരും ഒരു നാളും ചെയ്തിട്ടില്ലാത്തതുപോലെ മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആരും ഒരു നാളും ചെയ്തിട്ടില്ലാത്തതുപോലെ 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തു മുഴു ലോകത്തോടായി വിളിച്ചു ചോദിക്കുന്നു, ഓരോ മനുഷ്യൻ സർവ ലോകവും നേടിയിട്ട് തന്റെ ജീവനെ അഥവാ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? സർവലോകവും നേടി തന്റെ ജീവനെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ആ ആശയം വ്യക്തമാകാൻ ഒരു ചെറിയ കഥ ഞാൻ ബന്ധത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഴയുടെ സർവലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ആശയം വ്യക്തമാക്കുവാൻ ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. 60 നിലകളിലുള്ള ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ 3 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ബിസിനസ് ഓഫീസ് തുറക്കുവാനിടയായി. ഒരു ദിവസം ഈ 3
സുഹൃത്തുക്കൾ തങ്ങളുടെ ഓഫീസിലേക്ക് പോകുവാനായി ഈ ബിൽഡിങ്ങിന് ഏറ്റവും അടിയിലത്തെ നിലയിൽ എത്തുവാനിടയായി. അവിടെ വന്നപ്പോഴാണ് ഒരു വിവരം പറഞ്ഞത്, ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. പിന്നെ ആകെക്കൂടെയുള്ള പോംവഴി എന്ന് പറയുന്നത് ഈ 60 നിലയുള്ള ബിൽഡിങ്ങിന് ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് വഴി നടന്നു കയറുക എന്നതല്ലാതെ അവരുടെ മുമ്പിൽ യാതൊരു വഴിയും ശേഷിക്കുന്നില്ല. വളരെ പ്രയാസപ്പെട്ടവർ നിൽക്കുമ്പോൾ 3 സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്ത് പറഞ്ഞു, നമ്മളിങ്ങനെ നിന്ന കാര്യം നടക്കുകയല്ല, ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ 20 നിലകൾ കയറുന്നത് വരെയും ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കാം. ഞാൻ പാടുന്ന പാട്ട് കേട്ട് ആ പാട്ടിൽ മതി പറഞ്ഞ് സ്റ്റെപ്പ് കയറുന്ന ക്ഷീണവും ആലസ്യവും മറന്ന് നമുക്ക് മുകളിലോട്ട് കയറിപ്പറ്റാമെന്ന് പറയുവാനിടയായി. ഒരു അടുത്ത സ്റ്റേഡിയം പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ഞാൻ ഏറ്റു, അടുത്ത 20 നിലകൾ കയറുമ്പോൾ ഞാൻ നല്ല മനോഹരമായ കഥകൾ പറയാം. അടുത്ത 20 നില ഞാൻ പറയുന്ന കഥ കേട്ട് നമുക്ക് കയറാം. മൂന്നാമത്തെ സ്റ്റേഡിയം പറഞ്ഞു, അവസാനത്തെ 20 നില കയറാൻ ഞാൻ നല്ല തമാശകൾ പറയാം. നിങ്ങൾ കുടുംബ ചിരിപ്പിക്കുന്ന, പൊട്ടിച്ചിരിപ്പിക്കുന്ന നല്ല രസികൻ കഥകൾ പറയാം. അത് കേട്ട് നമുക്ക് അവസാനത്തെ 20 നില കയറാം. 3 പേരും കൂടെ ഒത്തു. ആദ്യത്തെ മനുഷ്യൻ പാട്ട് പാടാൻ തുടങ്ങി. പാട്ട് കേട്ട് ആ 3 ആദ്യത്തെ 20 നില കയറി. രണ്ടാമത്തെ ഊഴം വന്നു. അവൻ നല്ല മനോഹരമായ കഥകൾ പറയാൻ തുടങ്ങി. കഥകൾ കേട്ട് അടുത്ത 20 നിലയും ആ 3 കയറുവാനിടയായി. 40 നില കയറി തീർന്നു. അവസാനത്തെ 20 നില കയറാൻ തുടങ്ങിയപ്പോൾ മൂന്നാമത്തെ സ്നേഹിതൻ അവരെ ചിരിപ്പിക്കുന്ന രസാത്മകമായ നാമസങ്കരന്ന കഥകൾ പറയുവാൻ തുടങ്ങി. ഈ കഥകൾ കേട്ട് ചിരിച്ച് കളിച്ച് ആർത്ത് ഉല്ലസിച്ച് അവർ നടന്ന് കയറി 60ാമത്തെ നിലയുള്ള കെട്ടിടത്തിന്റെ 60ാമത്തെ 59ാമത്തെ നില വരെ എത്തി. 59ാമത്തെ നില എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സ്നേഹിതൻ മറ്റു 2 പേരോടായിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറയാൻ പോയാൽ നിങ്ങൾ കരയും. അവർ ചോദിച്ചെന്താ കാര്യം? ആദ്യത്തെ 20 നില നല്ല പാട്ട് കേട്ടോണ്ട് കയറി, നമ്മൾ ക്ഷീണം അറിഞ്ഞതായില്ല. അടുത്ത 20 നില പാട്ട് കേട്ടോണ്ട് കയറി, ക്ഷീണം അറിഞ്ഞില്ല. ബാക്കി 19 നില രസികൻ കഥ കേട്ട് കയറി. എന്തൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ നീ പറയുന്നു അവസാനം ഞാൻ പറയാൻ പോകുന്നത് കേട്ട് നിങ്ങൾ കരയും. അത് ചെന്നാലിന്റെ കാര്യം അത് നമ്മുടെ 60ാമത്തെ ആ നിലയിലുള്ള ഓഫീസിന്റെ താക്കോൽ ഞാൻ എടുത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അത് താഴെ നിന്ന് 59 നിലകളും പാട്ടുപാടി കഥ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് കയറിയത് ഉരുളായി തീരുവാനിടയായി. 59ാമത്തെ നിലയിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് ഓഫീസിന്റെ താക്കോൽ എടുത്തില്ല. അവരുടെ ഓഫീസത്ത് സർവ്വ ലോകവും നേടിയിട്ട് നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ നിനക്ക് എന്തു പ്രയോജനം? 60 വയസ്സ് വരെ ജീവിക്കുന്ന മനുഷ്യൻ 59 വയസ്സ് വരെ ലോകത്തിന് വേണ്ടി വിരയോടി കഥ പറഞ്ഞും പാട്ടുപാടിയും പൊട്ടിച്ചിരിച്ചും ജീവിതത്തിന്റെ വിലപ്പെട്ട നിമിഷങ്ങൾ പാഴാക്കി കളഞ്ഞാൽ യേശു ചോദിക്കുമോ, നിന്റെ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? നരകത്തിൽ ചെന്ന് ചേരാമെന്നല്ലാതെ ഈ ലോക ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. യേശു വിളിച്ചു ചോദിക്കുന്നു, മഹാപുരോഹിതന്മാരോട് വിളിച്ചു ചോദിക്കുന്നു, മതവേദജ്ഞന്മാരോട് വിളിച്ചു ചോദിക്കുന്നു, യഹൂദന്മാരോട് അവർ ആചാരാനുഷ്ഠാനങ്ങളോട് വിളിച്ചു ചോദിക്കുന്നു. ഒരു മനുഷ്യന്റെ ആത്മാവിനെ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി നിങ്ങൾ എന്ത് മറുവില കൊടുക്കും? യേശുവിന്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ കഴിയാതെ മഹാപുരോഹിതന്മാർ മൗനം പാലിക്കുവാനിടയായി. മതങ്ങൾ മൗനം പാലിക്കുവാൻ
ചിന്തിക്കാം, ആരാണ് മനുഷ്യൻ? മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സുള്ളവൻ മനുഷ്യൻ, തമിഴിൽ പറഞ്ഞ മനമുള്ളവൻ മനിതൻ, അത് ഇംഗ്ലീഷിൽ പറഞ്ഞ മൈൻഡുള്ളവൻ മാൻ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ ഒക്കത്തില്ല. ആരാണ് മനുഷ്യൻ? മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ എന്നാണ്. അതായത് വസ്തുതകളുടെ നന്മ തിന്മകൾ ചിന്തിച്ച് വിവേചിച്ച് തിരിച്ചറിയുന്നവൻ എന്നാണ് മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം. പക്ഷേ മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യൻ ആരാണ് എന്നതിന് പൂർണ്ണ ഉത്തരം നൽകുന്നില്ല. പിന്നെ മനുഷ്യൻ ആരാണെന്നറിയാൻ എന്താ വഴി? നമുക്ക് മഹാനന്മാരുടെ അഭിപ്രായങ്ങൾ ഒന്ന് പരിശോധിക്കാം. പ്രശസ്ത തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ ഇപ്രകാരം പറയുവാനിടയായി, മനുഷ്യൻ ഒരു ലോക പൗരനാണ്. തത്വചിന്തകനായ പ്ലൂട്ടാർക്കിന്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ പ്രകൃതിയ ഒരു രാഷ്ട്രീയ വർഗമാണ്. എന്നെ വായി പറയുന്നു, മനുഷ്യൻ തീർച്ചയായും ഒരു എല്ലാത്തിന്റെയും വ്യവസ്ഥയാകുന്നു. പൗലോവിന്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ സകലത്തിന്റെയും മാനദണ്ഡമാണ്. ഇനി കാറൽ മാർക്സിന്റെ അഭിപ്രായത്തിൽ ആരാണ് മനുഷ്യൻ? അദ്ദേഹം പറയുന്നു, ആദ്യം പ്രകൃതിയുടെയും പിന്നീട് പ്രകൃതി ശാസ്ത്രത്തിന്റെയും മനുഷ്യനോടുള്ള ചരിത്രപരമായ സമീപനം പഠിക്കുമ്പോൾ മനുഷ്യൻ തീർച്ചയായും ഒരു വ്യവസായമാകുന്നു എന്ന് കാറൽ മാർക്സ് പറയുന്നു. ഇനി മറ്റൊരു മഹാൻ പറയുന്നു, ആരാണ് മനുഷ്യൻ? അത് FP മേനോന്റെ അഭിപ്രായത്തിൽ പരിഷ്കാരമാകുന്ന ഗോവരയുടെ ഏറ്റവും ഉയർന്ന വഴിയിൽ നിൽക്കുന്ന ഏക രീതിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മൃഗങ്ങൾക്ക് പരിഷ്കാരമില്ല. അത് ആധുനിക കാലഘട്ടത്തിന്റെ പ്രസരിപ്പിനനുസരിച്ച് പരിഷ്കാരത്തിൽ പുരോഗമനം പ്രാപിക്കുന്ന ഏക രീതിയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് FP മേനോൻ പറഞ്ഞത്, പരിഷ്കാരമാകുന്ന ഗോവരയുടെ ഏറ്റവും ഉയർന്ന പടിയിൽ നിൽക്കുന്ന ഏക ജീവിയാണ് മനുഷ്യൻ. നമുക്കറിയാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പട്ടി കൊലയ്ക്കുന്ന പ്രകൃതമായിരുന്നെങ്കിൽ ഇന്നും പട്ടിക്ക് കൊലയ്ക്കാനേ അറിയത്തുള്ളൂ. എലി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാളത്തിൽ പാർക്കുന്ന സമുദായമായിരുന്നെങ്കിൽ ഇന്നും എലി മാളത്തിൽ തന്നെയാണ് പാർക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ചരിത്രം നോക്കൂ. മരത്തോലണിഞ്ഞ് ഉടുത്ത് മലമടക്കുകളിൽ പാർത്ത മനുഷ്യൻ പിന്നത്തേതിൽ അവൻ പുൽപ്പുറകളിൽ ഓരമേല വീടുകളിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ മണിമന്ദിരങ്ങളിൽ ജീവിപ്പാനുള്ളയാൽ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം കാലോചിതമായി മനുഷ്യന് പരിഷ്കാരം വരുവാനിടയാൽ. അതുകൊണ്ടാണ് FP മേനോൻ പറഞ്ഞത്, പരിഷ്കാരമാകുന്ന ഗോവരയുടെ ഏറ്റവും ഉയർന്ന പടിയിൽ നിൽക്കുന്ന ഏക രീതിയാണ് മനുഷ്യൻ. മറ്റൊരു ചിന്തകനായ മാക്സിം ഗോർക്കി അദ്ദേഹം മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം വളരെ ചിന്തനീയമാണ്. അദ്ദേഹം ഒരു പേപ്പറും പേനയും എടുത്തിട്ട് മനുഷ്യൻ എന്നതിൽ എന്നിട്ട് ആ വാക്കിലേക്ക് നോക്കി മനുഷ്യൻ എന്ന പദത്തിന്റെ സൗന്ദര്യം ഇങ്ങനെ വിളിച്ചു വന്നു, മനുഷ്യരോ ഇപ്രകാരശീലരായ ഭാരതന്മാരുടെ സമന്വയിപ്പിച്ച മനുഷ്യനാണ് ഉത്തരം ലഭിക്കുന്നില്ല. അടുത്തത് ദൈവമില്ല എന്ന് പറയുന്ന ഭൗതികവാദികൾ, നിരീശ്വരവാദികൾ, മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുമെന്ന് പറയുന്ന ആ കൂട്ടരുടെ അഭിപ്രായം. ആരാണ് മനുഷ്യൻ? അങ്ങനെ പറയുന്നു, ജനിച്ച് ജീവിച്ച് അവസാനിക്കുന്ന ഒരു ജൈവരാസ പീഠമാണ് മനുഷ്യൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്ക് വ്യക്തമാക്കി തരാം. ഒരു പ്രാവശ്യം കൂടെ വാദം ഞാൻ ആവർത്തിച്ചോട്ടെ. ജനിച്ച് ജീവിച്ച് അവസാനിക്കുന്ന ഒരു ജൈവരാസ പിണ്ഡമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജനിച്ച് മനുഷ്യന് ഒരു ജീവിതമുണ്ട്. ആരാണ് മനുഷ്യൻ? വൈദ്യശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന്റെ പകല് നിയന്ത്രിക്കുകയും മനുഷ്യന് ആവശ്യമായ പോഷകാവസ്ഥ
വസ്തുക്കൾ അത് ഉറിഞ്ഞെടുക്കുകയും ചെയ്യുന്നു. 30 റാത്തൽ രക്തത്തിന്റെ സംഭരണിയാണ് മനുഷ്യന്റെ അവൻ ശരീരം. 6 ഇഞ്ച് നീളവും 4 ഇഞ്ച് വ്യാസവുമുള്ള മനുഷ്യന്റെ ഹൃദയം മിനിറ്റിൽ 70 പ്രാവശ്യം സ്പന്ദിക്കുവാൻ ഇടിക്കുവാനിടയാകുന്നു. ഒരു മണിക്കൂറിൽ ഏതാണ്ട് 4200 തവണ മനുഷ്യന്റെ ഹൃദയം സ്പന്ദിക്കുന്നു. ഒരു വർഷം 36,7,92,000 പ്രാവശ്യമാണ് അവൻ അത് കയ്യിൽ കിട്ടിയാൽ മുഷ്ടിയുടെ വലിപ്പമുള്ള കൊച്ചു ഹൃദയം സ്പന്ദിക്കുവാനിടയാകുന്നത്. അതിനെ കണക്ക് മറക്കരുത്. 36,7,92,000 പ്രാവശ്യമാണ് ഒരു വർഷം കൊണ്ട് മനുഷ്യന്റെ ഹൃദയം ഇടിക്കുവാനിടയാകുന്നത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, 2000 എന്ന് പറഞ്ഞ ആ ഒറ്റ മനുഷ്യൻ ഞാനും നിങ്ങളും അറിയാതെ നാം ഉറങ്ങുമ്പോഴും നാം ഉണർന്നിരിക്കുമ്പോഴും നാം വിശന്നിരുന്നപ്പോഴും നാം ഭക്ഷിച്ചപ്പോഴും നാം ചിരിച്ചപ്പോഴും നാം കരഞ്ഞപ്പോഴും നാം അറിയാതെ നമ്മുടെ കൊച്ചു ഹൃദയം 36,7,92,000 പ്രാവശ്യം സ്പന്ദിക്കുവാനാണ്. ഇന്ന് രാത്രി എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാ, ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുകയാ. ഞാൻ ഓർപ്പിക്കട്ടെ, അവ 2000 ഡിസംബർ മാസം 31-ാം തീയതി നിന്റെ ഹൃദയത്തിന് ഇടിപ്പ് നിലച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് രാത്രി ആരോഗ്യത്തോടെ അണിഞ്ഞൊരുങ്ങി ഇവിടെ നീ വരികയില്ലായിരുന്നു. വീട്ടിലിരുന്ന് നീ പ്രസംഗം കേൾക്കുകയില്ലായിരുന്നു. ഇന്ന് രാത്രിയിലും ഈ നിമിഷത്തിലും നിന്റെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ സൗന്ദര്യം കൊണ്ടല്ല, നിന്റെ ജ്ഞാനമാകുല്യം കൊണ്ടല്ല, നിന്റെ വിദ്യാഭ്യാസ കൊണ്ടല്ല, നീ ജനിച്ച കുടുംബത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല. ഇന്ന് രാത്രിയിലും നിന്റെ ഹൃദയം സ്പന്ദിക്കുവാൻ കാരണം തമ്പുരാന്റെ കൃപയാണ്. ശവമായി മാറുന്നതിന് മുമ്പ് നിന്റെ ഹൃദയത്തിന് ഇടിപ്പ് നിലയ്ക്കുന്നതിന് മുമ്പ് ഇതാ ഈ രാത്രി ദൈവം നിനക്കൊരു മാനസാന്തരപ്പെടുവാൻ, പാപങ്ങളോട് വിട പറയുവാൻ, അന്ധവാസങ്ങളോട് വിട പറയുവാൻ, അനാഥാരങ്ങളോട് വിട പറയുവാൻ, ശിക്ഷയിലേക്ക് മടങ്ങി വരുവാൻ, അവൻ ക്രൂശിന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ഒരവസരം ദൈവം ഒരുക്കിയിരിക്കുന്നു. ഈ അനുഗ്രഹീത നിമിഷം അവൻ അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവാത്മാവിനെ ആഹ്വാനം ചെയ്യുകയാണ്. വിഷയം തുടരട്ടെ. ഹൃദയം ഒന്ന് സ്പന്ദിക്കുന്ന 2.5 ഔൺസ് രക്തമാണ് ഹൃദയത്തിന് ധമനികളിലേക്ക് പമ്പ് ചെയ്യുന്നത്. ആമേൻ. ഒരു മിനിറ്റിൽ 75 ഔൺസ് രക്തം, ഒരു മണിക്കൂറിൽ 656 റാത്തൽ രക്തം, ഒരു ദിവസം 7 ടൺ രക്തം, ഒരു വർഷം 2555 കോടി ടൺ രക്തമാണ് നമ്മുടെ കൊച്ചു ഹൃദയം ധമനികളിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കേവലം 3 മിനിറ്റ് കൊണ്ട് ശരീരത്തിലെ മുഴുവൻ രക്തവും ഹൃദയത്തിനകത്തൂടെ കയറി ഇറങ്ങിയിരിക്കും. ഒരു ദിവസം രക്തം നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്ന ദൂരം 168 കോടി മൈൽ. കാര്യങ്ങൾ പിടിച്ചടക്കുവാൻ നമ്മുടെ തലച്ചോറിൽ 10,000 കോടി നാഡീ കോശങ്ങൾ തമ്പുരാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. മണിക്കൂറിൽ 1200 തവണ നാം ശ്വസിക്കുന്നു. ഒരു വാക്ക് ഉച്ചരിപ്പാൻ 72 പേശികളുടെ പ്രവർത്തനം ആവശ്യമാണ്. 25 വോൾട്ട് വോൾട്ടിന്റെ ബൾബ് കത്തിക്കുന്ന വൈദ്യുതി നമ്മുടെ ശരീരത്തിലുണ്ട്. എന്തിനധികം പറയണം, മൂക്കിലെ രോമങ്ങൾ പോലും വെറുതെ മുളച്ചു വന്നതല്ല, പ്രത്യേക ഉദ്ദേശത്തോടെ ഇവ സൃഷ്ടിച്ചതാ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ വലയിട്ട് പിടിക്കുന്ന മഹത്തായ ജോലി ചെയ്യാന മൂക്കിലെ രോമം പോലും ദൈവം മുളപ്പിക്കാനിടയായത്. ഇതെല്ലാം കൂടെ അറിഞ്ഞോ അറിയാതെയോ ഇസ്രായേലിന്റെ മധുരകാര്യം ചിന്തിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, ദൈവമേ ഭയങ്കരവും അതിശയകരമായി
സൃഷ്ടിച്ചത്. നിനക്കൊരു സൃഷ്ടിതാവുണ്ട്. നീ കേരള സൃഷ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നരനെ വാനരാക്കുന്ന സുവിശേഷമുണ്ട് എന്ന് പറഞ്ഞാൽ ആമേൻ ഏകോശിയിൽ വെങ്കോശിലിയാ നിങ്ങൾ ആമേൻ എലിയായി പുലിയായി കടുവായി ആടായി മാടായി ആമേൻ ഇങ്ങനെ വിവാദപ്പെട്ട് ഒടുവിൽ കൊരങ്ങിന്റെ വാലുപോയി രൂപപ്പെട്ട് മനുഷ്യനായി പഠിപ്പിക്കുന്ന ശാസ്ത്രജ്ഞ ലോകത്തോട് അത് വിശ്വസിക്കുന്ന മരമണ്ടന്മാർ ഇഷ്ടം പോലുണ്ട്. അവർ നരനെ വാനരനാക്കുന്ന സുവിശേഷവുമായി നടക്കുമ്പോൾ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്ന സുവിശേഷം നരനെ വാനരനാക്ക, നരനെ വാനോടെ ഉയർത്തി വീടിന്റെ നാഥനായ സ്വർഗീയ പിതാവിന്റെ ശരീരത്തിൽ കൊണ്ടെത്തിക്കുന്ന മഹത്തായ സന്ദേശമാണ് ഇന്ന് രാത്രി ഇവിടെ പ്രദർശിക്കുന്നത്. ഹല്ലേലൂയ. മുളച്ചു വന്നതല്ല, പരിണമിച്ചുണ്ടായതല്ല, ഭയങ്കരവും അതിശയകരമായി ദൈവം സൃഷ്ടിച്ചവനാണ് മനുഷ്യൻ. 3 ഘട്ടങ്ങളായി തിരിക്കാൻ കഴിയും. 1 പ്രവേശം, 2 ആവേശം, 3 പ്രവേശം. അതിനെ മറ്റൊരു നിലയിൽ 3ആയി വിഭജിക്കാം. ആമേൻ. ആദ്യം തൊട്ടിലിൽ, പിന്നെ കട്ടിലിൽ, ഒടുവിൽ പെട്ടിയിൽ. തൊട്ടിൽ എന്ന് പറഞ്ഞാൽ അവൻ പിറന്നു വീഴുന്ന ശിശുക്കളെ സാധാരണ കടത്തുന്നത് തൊട്ടിലില്ല. വളർന്നു കഴിഞ്ഞാൽ പിന്നെ കടത്തുന്നത് കട്ടിലല്ല. ആമേൻ. അവസാനം കടത്തുന്നത് പെട്ടിയില, അഥവാ ശവപ്പെട്ടിയിലാ കടത്തുന്നത്. ആമേൻ. തൊട്ടി കിടന്നിട്ടുള്ളവരാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഏകന സകലരും തൊട്ടി കിടന്നിട്ടുള്ളവരാ, കട്ടിലേറി കിടന്നുകൊണ്ടിരിക്കുന്നവരാ. ഒരു കാര്യം മറക്കരുത്, തൊട്ടി കിടന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, കട്ടിലിൽ കിടക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഒടുവിലെ ശവപ്പെട്ടി വയ്ക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഏത് മനുഷ്യനും ഒടുവിൽ ശവപ്പെട്ടി വയ്ക്കും. ഈ അത്ര ഒതുങ്ങാത്ത പുള്ളിയെയും തമ്പുരാൻ ഒടുവിൽ ഒതുക്കുന്നത് ശവപ്പെട്ടിയില. ശവപ്പെട്ടിയിൽ ഒതുങ്ങാത്ത ഒരു മഹാനും ഇവിടെ ഇല്ല. ശവപ്പെട്ടിയിൽ ഒതുങ്ങാത്ത ഒരു പ്രധാനമന്ത്രി ഇവിടെ ഇല്ല. ശവപ്പെട്ടിയിൽ ഒതുങ്ങാത്ത ഒരു പ്രസിഡന്റ് ഇവിടെ ഇല്ല. ഒതുങ്ങുവാൻ ഇടയാകും. അല്ല, തമ്പുരാൻ ഏത് മനുഷ്യരെയും ഒടുവിൽ ശവപ്പെട്ടിയിൽ ഒതുക്കുവാൻ ഇടയായിത്തീരും. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ഒടുവിനെ ശവപ്പെട്ടിയിൽ ഒതുക്കുന്നതിന് മുമ്പ് ഈ രാത്രികാലം സർവശക്തന്റെ കരത്തിലേക്ക് നിന്നെ തന്നെ ഒന്ന് ഒതുക്കി കൊടുക്കുന്നതാ എന്റെ കുഞ്ഞേ നിനക്ക് നല്ലത്. എന്നെ കേൾക്കുന്ന പ്രിയ പിതാവ്, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവ്, എന്നെ കേൾക്കുന്ന പ്രിയ യുവാവ്, എന്നെ കേൾക്കുന്ന പ്രിയ യുവതിയെ, എന്നെ കേൾക്കുന്ന ബാല്യക്കാരി, നിന്നെ ശവപ്പെട്ടിയിൽ ഒതുക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി നിന്റെ സൃഷ്ടിതാവിന്റെ കരങ്ങളിലേക്ക് ഒതുക്കി കൊടുക്കുക. അതിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഒരു കാലത്തിൽ ഞങ്ങൾ ആർക്കും ഒതുങ്ങാത്തവരായിരുന്നു, ഒതുങ്ങിക്കൊടുക്കാൻ മനസ്സില്ലാത്തവരായിരുന്നു. പക്ഷേ ദൈവം ഞങ്ങളെ ഒതുക്കി ഈ കൃപയിൽ, ഈ രക്ഷയിൽ, ഈ സത്യത്തിൽ, ഈ ജീവന്റെ മാർഗത്തിൽ കൊണ്ടുവരുവാനായി ഞങ്ങൾ അത് സന്തോഷിച്ചു. അതോടെ സ്തുതിക്കുന്നു. ആകയാൽ പ്രിയരെ, ശവപ്പെട്ടിയിൽ ദൈവത്തിനെ ഒതുക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ കരങ്ങളിൽ, ദൈവത്തിന്റെ സത്യത്തിന് മുമ്പാകെ, യേശുക്രിസ്തുവിന്റെ ക്രൂശിന് മുമ്പാകെ ഇന്ന് രാത്രി നിന്നെ ഒതുക്കി കൊടുക്കുവാൻ, യേശുവിനെ പാപിയാണെന്ന് സമ്മതിച്ച് നിന്നെ തന്നെ ഒതുക്കി കൊടുക്കുവാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിലാകമാൻ അവൻ വ്യത്യാസം വരുത്തും. നിന്റെ അവസ്ഥകൾക്ക് അവൻ മാറ്റം വരുത്തും. നിന്റെ കുടുംബത്തിന് നിലയ്ക്ക് അവൻ വരുത്തും. നിന്റെ ശരീരത്തിന് നിലയ്ക്ക് അവൻ മാറ്റം വരുത്തും. നിന്റെ മാനസിക അവസ്ഥയ്ക്ക് അവൻ മാറ്റം വരുത്തും. നിന്റെ സാമ്പത്തിക നിലയ്ക്ക് അവൻ മാറ്റം വരുത്തും. സമൂഹത്തിലുള്ള നിന്റെ പദവിക്ക് അവൻ മാറ്റം വരുത്തും. നിന്റെ ജീവിതത്തിലാകമാനം അവൻ മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയേണ്ടതിന് നിന്നെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി കൊടുക്കുക, ഒന്ന് വിനയപ്പെടുത്തി കൊടുക്കുക, ഒന്ന് വിനയപ്പെടുത്തി കൊടുക്കുക. നിനക്ക് സന്മനസ്സുണ്ടോ എങ്കിൽ ഈ രാത്രിയിലെ യോഗം നിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായി അനുഗ്രഹമായി പരിണമിക്കുവാൻ ഇടയാകും.
Praise the Lord. ഞാൻ ഓർപ്പിച്ചല്ലോ, മനുഷ്യ ജീവിതത്തിന്റെ 3 ഘട്ടം: പ്രവേശം, ആവേശം, പ്രവേശം. എന്താ പ്രവേശം? ആമേൻ. മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്ന ശിശു ആമേൻ ലോകത്തിലേക്ക് അതിന്റെ കാല സമ്പൂർണതയിൽ പിറന്നു വീഴുന്നതിനെയാണ് പ്രവേശം എന്ന് പറയുന്നത്. ഇങ്ങനെ പിറന്നു വീണ ശിശു 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന പേരാണ് ആവേശം. പിറന്നു വീണ ശിശു ഉടനെ കരയാൻ തുടങ്ങുക. എന്തിനാണെന്നറിയോ? പാല് കുടിക്കാൻ ആവേശം. ആമേ. അത് കഴിഞ്ഞാൽ ആ ശിശുവിന് ഒന്ന് കമന്ന് വീഴാൻ ആവേശം. പിന്നെ ആ ശിശുവിന് കമന്ന് കിടന്നോട് നീന്താൻ ആവേശം. അത് കഴിഞ്ഞാൽ കൈ ഒന്ന് കുത്തി, മുട്ടൊന്ന് കുത്തി ഒന്ന് എഴുന്നേറ്റിരിക്കാൻ ഒരു ആവേശം. എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞാൽ പിടിച്ചൊന്ന് എഴുന്നേക്കാൻ ആവേശം. അത് കഴിഞ്ഞാൽ പിച്ച വെച്ച് നടക്കാൻ ഒരു ആവേശം. അത് കഴിഞ്ഞാൽ പപ്പ പപ്പ എന്ന് വിളിക്കാൻ ഒരു ആവേശം. മമ്മി എന്ന് വിളിക്കാൻ ആവേശം. അത് കഴിഞ്ഞ പഠിക്കാൻ ഒരു ആവേശം. പിന്നെ 13 തൊട്ട് 19 വരെ വയസ്സ്, ടീനേജ് പ്രായം, കൗമാരപ്രായം, അന്ന് ചെത്തി നടക്കാൻ ഒരു ആവേശം. പ്രൈസറോ 4 പേര് കൂടുന്ന കവലയിൽ അവരെല്ലാവരും ശ്രദ്ധ പിടിച്ചു വെച്ച് ഏത് കോളം കെട്ടി ഏത് വേഷവും കെട്ടി ചെത്തി നടക്കാൻ ഒരു ആവേശം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് രക്തത്തിളപ്പ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആവേശം. അത് കഴിഞ്ഞ് ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ജീവിതത്തിന്റെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടി വരുമ്പോൾ 10 പുത്തനുണ്ടാക്കാൻ 10 കാശുണ്ടാക്കാൻ ആവേശം. അതെല്ലാം കഴിഞ്ഞ് കാശെല്ലാം ഉണ്ടാക്കി അവസാനം വാർദ്ധക്യത്തിലെത്തി മുടി നരച്ച പല്ല് കൊഴിഞ്ഞ് മൃതത മേനിക്ക് മാറ്റം വന്ന് ചുളിവുകൾ വീണ് വേച്ചു പറച്ച് അത് ബലഹീനനായി തീരുമ്പോ പിന്നെ ആവേശങ്ങളൊന്നുമില്ല. പിന്നെ പരവേശവ, ആകെ പരവേശവ. അവസാന നിമിഷം വരുമ്പോ വലിയ പരവേശവ. ശരീരത്തിൽ പ്രാണൻ വിട്ടുപോകാൻ തുടങ്ങുമ്പോൾ, ആത്മാവ് വേർപിരിയുവാൻ തുടങ്ങുമ്പോൾ, മരണത്തെ മുമ്പായി കാണുമ്പോൾ പിന്നെ പരവേശവ. അതുകൊണ്ട് ഏത് മനുഷ്യനെയും ജീവിതത്തിൽ അത് പ്രവേശം കഴിഞ്ഞാൽ ആവേശമുള്ള 2ാം ഘട്ടമുണ്ട്. ആവേശം കഴിഞ്ഞാൽ അവസാനം പരവേശമുള്ളൊരു ഘട്ടമുണ്ട്. പരവേശത്തിന്റെ ഘട്ടത്തില് നീ വെള്ളം കുടിക്കാതിരിക്കുക. ഈ ആവേശത്തിന്റെ കാലത്ത് മദ്യം കുടിക്കാൻ ആവേശം കാണിക്കാതെ, പുകവലിക്കാൻ ആവേശം കാണിക്കാതെ, അസാൻമാർഗിക കാര്യങ്ങൾക്ക് ആവേശം കാണിക്കാതെ, കൊലപിടിക്കാൻ ആവേശം കാണിക്കാതെ, അക്രമം നടത്തുവാൻ ആവേശം കാണിക്കാതെ, അടിപിടി നടത്തുവാൻ ആവേശം കാണിക്കാതെ, കൊള്ളയും കൊലയും നടത്ത് ആവേശം കാണിക്കാതെ, സുവിശേഷത്തിന്റെ ശബ്ദം ഉയർത്ത് ആവേശം കാണിക്കാതെ, ആവേശം നശിച്ച് പരവേശം ഒരു ഘട്ടമുണ്ടെന്നറിഞ്ഞ് ഈ ആവേശത്തിന്റെ കാലം ദൈവത്തിനായി തിരിച്ചുവിടുക, ദൈവ വഴിയിലേക്ക് തിരിച്ചുവിടുക, തിരിച്ചു. ഞങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ആവേശത്തിന്റെ കാലം ലോകത്തിലേക്ക് തിരിച്ചു വിടാതെ എന്റെ മുമ്പിലിരിക്കുന്ന ജനം ഭാഗ്യശാലികളാണ്. എന്നെ കേൾക്കുന്ന നിർഭാഗ്യശാലികളെ ഭാഗ്യശാലിയാക്കുവാനുള്ള അവസരം പാഴാക്കരുത്. ആവേശം ആധ്യാത്മിക തലത്തിലേക്ക് ഇന്ന് രാത്രി തിരിച്ചുവിട്. ക്രൂശിൽ മരിച്ച യേശുവിന്റെ പാതയിലേക്ക് ആവേശം തിരിച്ചുവിട്. നിനക്ക് വേണ്ടി ചോര ചിന്തിയാണ്ട് മാർഗത്തിലേക്ക് ആവേശം തിരിച്ചുവിട്. ഹല്ലേലൂയ. 4 തിരിക്കുവാനിടയായി. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലോകത്തിൽ 4 വിഭാഗം മനുഷ്യരാണുള്ളത്. ഒന്ന്, ദൈവ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ലൗകിക സുഖങ്ങളെ പരിത്യജിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ സ്വയം സമർപ്പിക്കപ്പെട്ട ദൈവിക മനുഷ്യർ. 2ാമത്തെ വിഭാഗമാണ് തങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാത്ത കാലത്തോളം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യർ. നമ്മൾ പറയുന്നത് നല്ല മനുഷ്യരാ. അവരെയും ശ്രദ്ധിക്കുക. തങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാത്ത കാലത്തോളം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? നന്മ ചെയ്യും. 3ാമത്തെ വിഭാഗമാണ് ആർക്കൊരു ഉപകാരം ചെയ്യല, ആരെ ഉപദ്രവിക്കാനും പോവുകയില്ല. സ്വാർത്ഥരായ ഒരു വിഭാഗം ആൾക്കാരെ. 4 വിഭാഗമുണ്ട്. അവരാണ് ഏറ്റവും അപകടകാരികൾ. മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാതെ, മറ്റുള്ളവർക്ക് ദോഷമല്ലാതെ മറ്റൊന്നും ചെയ്യാത്തൊരു വിഭാഗമാണ് 4ാമത്തെ വിഭാഗം. അതേത് ദേശത്തുമുണ്ട്. അതേ അവസാനിപ്പിക്കുക. ഇന്ന് രാത്രി ജീവിതം ഒരിക്കലായിട്ട് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ദൈവം തന്നിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഒരിക്കൽ മാത്രം ലഭിച്ചിരിക്കുന്ന ആയുഷ്കാലത്തിന്റെ വിലപ്പെട്ട അവസരങ്ങൾ പാഴാക്കാതെ പാപം ഉപേക്ഷിച്ച്
അടുത്തത് ബൈബിൾ വീക്ഷണത്തിൽ ആരാണ് മനുഷ്യൻ? വസന്തത്തിൽ വിടരുന്ന പുഷ്പങ്ങളുടെ വികാസത്തിൽ പറന്നെത്തുന്ന സുഗന്ധവും ഗ്രീഷ്മത്തിലെ വൃക്ഷങ്ങൾക്കിടയിലൂടെ ഊളയിട്ടുന്ന ഇളം കാറ്റിന്റെ കുളിരും ഹേമന്തത്തിലെ വശ്യതയാർന്ന ഇളപ്പേടമാനുകളുടെ ചാഞ്ചാട്ടവും ശരത്കാലത്തിലെ തൂമഞ്ഞിന്റെ ധവളകാന്തിയും പൊട്ടിച്ചിരിച്ചൊടുക്കുന്ന കാട്ടാറും ആ തിരമ്പി അലതല്ലി നുരഞ്ഞ് പതഞ്ഞ് തീരത്തണയുന്ന തിരമാലകളും നീല പട്ടുവിരിച്ച ആകാശത്തിലെ ധവള മേഘങ്ങളും സപ്ത വർണ്ണ ശബിടമയാർന്ന മഴവിലിന്റെ വർണ്ണ വിന്യാസങ്ങളും എല്ലാം കൂടെ ഒത്തുചേർന്ന് ഈ മനോഹരമായ പ്രപഞ്ചത്തിലെ, ഈ സൗന്ദര്യ പ്രപഞ്ചത്തിലെ ഏറ്റവും ഏറ്റവും അത്ഭുത സൃഷ്ടിയാണ് മനുഷ്യനെന്ന് വേദപുസ്തകം അസന്നിഗ്ധമായ ഭാഷയിൽ പ്രഖ്യാപിക്കുന്നു. അവൻ സകല ചരാചരങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ദൈവം ഉളവാക്കുവാനിടയാൽ, അതായത് ആഴിയെയും ഊഴിയെയും ജലത്തെയും ജലാശയങ്ങളെയും സമസ്ത തിടാൻ സസ്യവിക്ഷാദികളെ ഒക്കെയും ഉണ്ടാകട്ടെ 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 എന്ന വാക്കുകൊണ്ട് ദൈവം ഉളവാക്കിയപ്പോൾ മനുഷ്യനെ മാത്രം ഉണ്ടായി വരട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കാതെ സർവശക്തനായ ദൈവം ഊഴിയിലേക്ക് ഇറങ്ങി ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് തന്റെ കലാകുടികൾ കൊണ്ട് മനോഹരമായ ഒരു രൂപം തീർത്തിട്ട് തന്റെ ജീവശ്വാസം ആയതിലേക്ക് ഊതി മനുഷ്യനെ നിർമ്മിക്കുവാനിടയായി. അസംഖ്യം ചരാചരങ്ങൾ, അസംഖ്യം പരാജാതികൾ, അവരുടെ മൃഗങ്ങൾ, ഇഴജന്തുക്കളൊക്കെ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് നേരിട്ട് സൃഷ്ടിക്കപ്പെട്ട ഏക ജീവി അത് മനുഷ്യൻ മാത്രമാണ്. ശ്രദ്ധിക്കുക, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിലത്തെ പൊടി കൊണ്ടാണ്. അവന്റെ മൂക്കി ദൈവം തന്റെ ജീവശ്വാസം ഊതി. അർത്ഥാൽ മനുഷ്യന് മണ്ണുമായി ബന്ധമുണ്ട്, വിണ്ണുമായി ബന്ധമുണ്ട്. കൺഫ്യൂഷസ് മതഗ്രന്ഥമായ ലക്കിയിൽ പറയുന്നു, മനുഷ്യൻ മണ്ണിന്റെയും വിണ്ണിന്റെയും സമ്മേളനപരമാണ്. വളരെ വാസ്തവമാണ്. വേദപുസ്തകം അത് അങ്ങനെ തന്നെ സമ്മതിക്കുന്നു. കാരണം മനുഷ്യന്റെ ശരീരം മണ്ണുകൊണ്ടുള്ളതാ, അവന്റെ ആത്മാവ് ദൈവം പകർന്നതാ, അവന്റെ ജീവശ്വാസം ദൈവം ഊതിയതാ. അതുകൊണ്ട് മണ്ണുമായി ബന്ധപ്പെടണം, അവൻ വിണ്ണുമായി ബന്ധപ്പെടണം. ഇതേതെങ്കിലും ഒരു തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ജീവിതം മനുഷ്യന് ശാശ്വതമാകുകയില്ല. ഓർപ്പിക്കട്ടെ, മണ്ണുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾ അവന്റെ ഉപജീവനത്തിന് അത്യന്താപേക്ഷിതമാണ്. ശരിയാണോ? മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് മണ്ണിന്റെ ഉൽപ്പന്നങ്ങൾ അവന്റെ ഉപജീവന, അവന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതൊരു സത്യമായിരിക്കുമ്പോൾ തന്നെ ഓർത്തുവരിക, അവന്റെ അകത്തെ ശ്വാസം, അവന്റെ അകത്തെ ആത്മാവ് ദൈവം ഊതിയതാകയാൽ അവന്റെ നിത്യതയുടെ നിലനിൽപ്പിന് ദൈവവുമായുള്ള ബന്ധം ആവശ്യമാണ്. അവൻ മണ്ണുമായുള്ള ബന്ധത്തെ കുറിച്ച് അവൻ രാഷ്ട്രീയക്കാരും അവൻ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരും പ്രസംഗിക്കും. അവർക്ക് അതിനെ കഴിയൂ. ഞങ്ങൾ പ്രസംഗിക്കുന്നത് മണ്ണുമായുള്ള ബന്ധത്തെ കുറിച്ചല്ല, മനുഷ്യന് വിണ്ണുമായി ബന്ധമുള്ളത് കൊണ്ട് അവൻ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് അവൻ മടങ്ങി വരാതെ അവൻ ധന്യകരമായ ഒരു ജീവിതം അവന് നയിപ്പ് ഒരിക്കലും കഴിയുകയില്ല. ഈ മഹായോഗം ഇവിടെ ക്രമീകരിച്ചതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം മണ്ണുമായി മാത്രം ബന്ധപ്പെട്ട്, ഈ ലോകവുമായി മാത്രം ബന്ധപ്പെട്ട്, പാപവുമായി മാത്രം ബന്ധപ്പെട്ട്, മദ്യപാനവുമായി ബന്ധപ്പെട്ട്, പുകവലിയുമായി ബന്ധപ്പെട്ട്, അസാൻമാർഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതം പാഴിലാക്കുന്ന ചിലരെങ്കിലും തങ്ങളുടെ സൃഷ്ടിതാവായ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയാണ് ഈ മഹായോഗം ഇവിടെ വികരിപ്പാനിടയായത്. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന് ദാനമാണ്. ദൈവവുമായി ബന്ധപ്പെടാതെ മനുഷ്യന്റെ ആത്മാവിന് ഒരിക്കലും ശാന്തി ലഭിക്കുകയില്ല. നമുക്കറിയാം, മനുഷ്യന് 3 ഘടകങ്ങളാണ്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹം പഞ്ചേന്ദ്രിയങ്ങളുടെ ഇരിപ്പിടം, ദേഹി സ്വയബോധത്തിൽ ഇരിപ്പിടം, ആത്മാവ് ഈശ്വരബോധത്തിൽ ഇരിപ്പിടം. ഈശ്വരബോധത്തിൽ ഇരിപ്പിടമാകുന്ന ആത്മാവിൽ ദൈവ സാന്നിധ്യമില്ലാതെ, ആത്മാവിൽ ദൈവ
ദൈവത്തെ പ്രതിഷ്ഠിക്കാതെ ജീവിക്കാത്ത കാലത്തോളം ഏതൊരു മനുഷ്യനെ പരിശോധിച്ചാലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ യഥാർത്ഥ സംതൃപ്തിയില്ല, യഥാർത്ഥ സമാധാനമില്ല. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ശൂന്യമായിരിക്കുന്ന കാണുവാൻ കഴിയും. അവന്റെ അകത്തെന്തോ ഒരു നിരാശ അവനെ ഭരിക്കുവാനിടയാകും. ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് അവൻ അറിയത്തില്ല, ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ച ഈശ്വര ബോധത്തിൽ ഇരിപ്പിടമാകുന്ന ആത്മാവിൽ നിന്റെ സിദ്ധിതാവായ ഈശ്വരനെ പ്രതിഷ്ഠിക്കുവാൻ നീ തയ്യാറായാൽ നിന്റെ ആത്മാവിന്റെ ശൂന്യത മാറും. നിന്റെ ജീവിതത്തിന്റെ നിരാശ മാറും, നിന്റെ ഭാരങ്ങൾ മാറും, നിന്റെ അസംതൃപ്തി മാറും, നിന്റെ വേദന മാറും. ഇന്ന് രാത്രി നിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുയർത്ത യേശുവിനെ പ്രതിഷ്ഠിക്കുവാൻ, യേശുവിനെ സ്വീകരിപ്പാൻ നിനക്ക് ക്ഷണത്തിൽ വിടുതലാണ്. ഞാൻ ഇടയ്ക്ക് ഒരു ലേഖയിൽ ഇങ്ങനെ വായിക്കാനിടയായി, പണമുണ്ടെങ്കിൽ കിടക്ക വാങ്ങാം, പക്ഷെ ഉറക്കം വാങ്ങാൻ സാധ്യമല്ല. പണമുണ്ടെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങാം, പക്ഷേ ബുദ്ധി വാങ്ങാൻ സാധ്യമല്ല. പണമുണ്ടെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാം, പക്ഷേ വിശപ്പ് വാങ്ങാൻ സാധ്യമല്ല. പണമുണ്ടെങ്കിൽ നല്ല കെട്ടിടം വാങ്ങാം, പക്ഷേ നല്ലൊരു കുടുംബജീവിതം വാങ്ങാൻ ഒക്കത്തില്ല. പണമുണ്ടെങ്കിൽ മരുന്ന് വാങ്ങാം, പക്ഷേ ആരോഗ്യം വാങ്ങാൻ ഒക്കത്തില്ല. പണമുണ്ടെങ്കിൽ അലങ്കാര വസ്തുക്കൾ വാങ്ങാം, പക്ഷേ സൗന്ദര്യം വാങ്ങാൻ ഒക്കത്തില്ല. പണമുണ്ടെങ്കിൽ ആഡംബര വസ്തുക്കൾ വാങ്ങാം, പക്ഷേ സംസ്കാരം വാങ്ങാൻ ഒക്കത്തില്ല. പണമുണ്ടെങ്കിൽ ക്രൂശ് വാങ്ങാം, പക്ഷേ രക്ഷകനെ വാങ്ങാൻ ഒക്കത്തില്ല. പണമുണ്ടെങ്കിൽ വലിയ സ്ഥാനം നേടാം, പക്ഷെ സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, പണമുണ്ടെങ്കിൽ പലതും നേടാം, പക്ഷെ പണം കൊണ്ട് യഥാർത്ഥ ഉറക്കം, യഥാർത്ഥ ശാന്തി, യഥാർത്ഥ സമാധാനം, അവൻ യഥാർത്ഥ രക്ഷകനെ, യഥാർത്ഥ അവൻ നിത്യജീവന് അത് പ്രാപിക്കുവാൻ സാധ്യമല്ല. പണമില്ലാതെ സൗജന്യമായി പ്രാപിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെ ഇവിടെ പ്രഘോഷിക്കുന്നത് തികച്ചും സൗജന്യമായി ഇന്ന് രാത്രി നിങ്ങൾക്ക് പാപക്ഷമ പ്രാപിക്കാം, നിത്യജീവൻ പ്രാപിക്കാം, രക്ഷകനെ നേടാം, ശാന്തത, ഉറക്കം വാങ്ങാം, സംസ്കാരം വാങ്ങാം, ബുദ്ധി വാങ്ങാം. ഇതെല്ലാം അവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഒരു ദൈവമകനെ തീർന്നു കഴിയുമ്പോൾ, ഇതെല്ലാം 10 പൈസ മുടക്കില്ലാതെ നിനക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. ബുദ്ധി വാങ്ങാൻ പറ്റുമോ? കഴിയും. ബൈബിൾ പറഞ്ഞ യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. പണം കൊടുത്താൽ വാങ്ങാൻ കഴിയാത്ത ജ്ഞാനം അവൻ യഹോവ ഭക്തനായി തീരുന്നതിലൂടെ പ്രാപിക്കുവാൻ കഴിയും. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ സംസ്കാര സമ്പന്നനായി മാറുകയാണ്. അവൻ മദ്യപിച്ച് മതോന്മത്തനായി അവൻ റോഡിൽ നീതി കിട്ടി സമൂഹത്തിൽ തലവേദനയായി നടന്ന എത്രയോ പേര് അവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംസ്കാര സമ്പന്നനായി സമൂഹത്തിൽ സമുന്നതനായി അവൻ മാറുവാനിടയായി തീർന്നിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ അടിമുടി മാറ്റിമറിക്കുന്ന, മനുഷ്യന്റെ അവസ്ഥകളെ മാറ്റിമറിക്കുന്ന ഒരേ ഒരു സന്ദേശമേ ഉള്ളൂ, അതത്രേ സുവിശേഷം. തുല്യമായി കിടക്കുന്ന കാലത്തോളം ലോകത്തിലെ യാതൊന്നും കൊണ്ടും സംതൃപ്തി പ്രാപിക്കുവാൻ കഴിയില്ല. അതിന് രക്ഷകനെ ആത്മാവിൽ പ്രതിഷ്ഠിക്കുക എന്ന ഏക വഴി മാത്രമേ ഉള്ളൂ. ഞാൻ മുമ്പോട്ട് വരട്ടെ. ആമേൻ. അതെ, ബൈബിൾ വീക്ഷണത്തിൽ മനുഷ്യന്റെ പ്രത്യേകത ചുരുക്കം വാക്കുകളിൽ ഞാൻ ഓർപ്പിക്കട്ടെ. 1, മനുഷ്യൻ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. 2, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ്. 3, ദൈവം തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിക്കുവാനിടയായി. 4, ദൈവത്തിന്റെ കൈയുടെ പ്രവൃത്തികൾക്ക് ദൈവം മനുഷ്യനെ അധിപതിയാക്കുവാനിടയായി. അവൻ അടുത്തത് സകലവും മനുഷ്യന്റെ കാൽക്കീഴാക്കുവാനിടയായി. അത് ഏറ്റവും മഹത്വകരമായ അവസ്ഥയിൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ അവസ്ഥയിൽ, ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ, ഏറ്റവും ഉന്നതമായ നിലയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട എന്റെ പ്രസംഗത്തിന്റെ 2ാം ഭാഗത്തേക്ക് വരുന്നു. എന്തുകൊണ്ട് ഒരു വീണ്ടെടുപ്പിന്റെ ആവശ്യകത കടന്നു വന്നു? എന്തുകൊണ്ട് പാപമോചനത്തിന്റെ ഒരു മാർഗം അവൻ ഒരുക്കേണ്ട സാഹചര്യം സംസാരമായി മനുഷ്യത്തെ സൃഷ്ടിക്കപ്പെട്ട, അവൻ ദൂതന്മാരെ കടപ്പം മാത്രം താഴ്ച വന്ന അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ട, സകലത്തിനും അധിപതിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ടാണ് അവനൊരു വീണ്ടെടുപ്പിന്റെ, അവനൊരു പാപമോചനത്തിന്റെ, അവനൊരു രക്ഷകന്റെ ആവശ്യകത സംജാതമാകുവാനിടയായത്.
Praise the Lord. പാപം എന്ന് ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞാൽ വേണ്ടത്ര ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. എന്താ ഭാഗം അല്പം ഒന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യ മാതാപിതാക്കന്മാർ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് നിമിത്തമാണ് സകല പാപശാപങ്ങളും മനുഷ്യന്റെ മേൽ, ഭൂമിയുടെ മേൽ വന്നു കയറുവാൻ ഇടയായിട്ടുള്ളത്. ചിലങ്ങനെ ചോദിക്കാറുണ്ട്, എന്റെ ഉപദേശി ആമേൻ ഒരു പഴം തിന്നത് ഇത്ര വലിയ പാപമാണ്? തിന്നരുത് എന്ന് പറഞ്ഞ പഴം ആദവും ഹവ്വായും ചെയ്തപ്പോൾ അതിന് പിന്നിൽ അവർ ചെയ്തു പോയ പാപങ്ങളുടെ ചില പട്ടിക പെട്ടെന്ന് ഓർപ്പിക്കുമ്പോ, ഒന്ന്, അവർ സൃഷ്ടിതാവിനേക്കാൾ സൃഷ്ടി പറഞ്ഞത് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതിനേക്കാൾ പാപം പറഞ്ഞത് വിശ്വസിച്ചു. അതുകൊണ്ട് അവർ പഴം തിന്ന് പാപത്തിനും ശാപത്തിനും ഇരയായി തീരുവാൻ ഇടയായത്. ഇന്ന് ഞാൻ പറയട്ടെ, സൃഷ്ടിതാവായ ദൈവം പറയുന്നത് അനുസരിക്കാതെ കേവലം സൃഷ്ടികൾ പറയുന്നത് കേട്ട് വിശ്വസിച്ചാൽ നിന്റെ പാപവും നിന്റെ ശാപവും നിന്റെ രോഗവും നിന്റെ നിരാശയും നിന്റെ ദുഃഖവും നിന്നെ വിട്ട് മാറുകയില്ല. ഇന്നും ഭൂരിപക്ഷം മനുഷ്യർക്കും സൃഷ്ടിതാവിനേക്കാൾ വിശ്വാസം സൃഷ്ടികളെയാ. ഒരൊറ്റ ഉദാഹരണം ഞാൻ ഓർപ്പിക്കാം. പണ്ട് 2 സ്ത്രീകൾ മൂവന്തി നേരത്ത് ആ തിണ്ണയിലിരുന്ന് കുഞ്ഞമ്മയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടപ്പ് കണ്ടില്ല, ഇവിടെ എടുപ്പ് കണ്ടില്ല, ഇവിടെ മുടി കണ്ടില്ല, ഇവിടെ ഉടുപ്പ് കണ്ടില്ലേ. ഇങ്ങനെ കുഞ്ഞമ്മയുടെ കുറ്റം വാദമില്ലാതെ മൂവന്തി നേരത്ത് തിണ്ണലിരുന്ന് പറഞ്ഞുകൊണ്ട് 2 കളികൾ മറ്റൊരു ശബ്ദം അവൻ മുഴങ്ങാനിടയായി. എന്താണെന്നറിയാമോ? ഭിത്തിയണിരുന്ന് പന്നി ചലയ്ക്കുന്നത് കേട്ടു. ഉടനെ പറയും, ഇത് എത്ര സത്യമാണ്? ഞാൻ പറഞ്ഞു, എന്ത് സത്യം നോക്ക്, പന്നി പോലും ചലച്ചു. സൃഷ്ടിതാവിനേക്കാൾ തനിക്ക് വിശ്വാസം സൃഷ്ടിയ പന്നി ചലച്ചാൽ പറഞ്ഞത് സത്യമാണെന്ന് ഈ കാലത്ത് മനുഷ്യരെ വിശ്വാസം. ഇതുപോലെ പാമ്പ് പറഞ്ഞത് അവ ശരിയാണെന്ന് സത്യമാണെന്ന് അവ വിശ്വസിക്കാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അവ ദൈവത്തിന്റെ സൃഷ്ടികളായ പാമ്പോ എലിയോ പുലിയോ കടുവായോ ഏതെങ്കിലും മനുഷ്യനോ ആചാര്യനോ പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്. നിന്റെ സൃഷ്ടിതാവായ ദൈവം പറയുന്നത് വിശ്വസിച്ച് നീ തയ്യാറായ പാപമോചനം പ്രാപിക്കാം, ശാപവിമുക്തി പ്രാപിക്കാം, നിരാശന് വിടുതൽ പ്രാപിക്കാം, നരകത്തിന് തെറ്റുകളിയ നിത്യജീവൻ പ്രാപിക്കാം. പറയുന്നത് സിറ്റ 1 നീ മാനസാന്തരപ്പെടാൻ പറയുക. സിറ്റ 2 മാനസാന്തരപ്പെട്ടവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്ന് ഞാനല്ല പറയുന്നത്, സൃഷ്ടിതാവ് പറയുക. അന്റെ സൃഷ്ടിതാവ് പറയുക, വക്രവും കോട്ടമുള്ള തലമുറയുന്നത് നീ വേർപെടണമെന്ന് പറയുക. പ്രിയ സഹോദരങ്ങളെ, ഇത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല, സൃഷ്ടിതാവ് കൽപ്പിച്ച കൽപ്പനകള്. നീ ആരെ അനുസരിക്കും? അവയെ പോലെ ആദാമിനെ പോലെ സൃഷ്ടി പറഞ്ഞത് വിശ്വസിക്കുമോ? സൃഷ്ടിതാവ് പറഞ്ഞത് വിശ്വസിക്കുമോ? സൃഷ്ടി പറയുന്നത് വിശ്വസിക്കാൻ പോയാൽ നിന്റെ ഗതികേടാ, നിനക്ക് സർവനാശത്തിന് കാരണമായിരിക്കും. രാത്രി ദൈവം പറയുന്നത്, ദൈവവചനം പറയുന്നത് നീ വിശ്വസിക്കാൻ തയ്യാറാണ്, അനുസരിക്കാൻ തയ്യാറാണ്. അവൻ സമയം കടന്നു പോലെ എപ്പോഴും സ്പീഡിൽ പോവുക. 2, ദൈവത്തിന്റെ നിലപാടിനെ അവർ അവിശ്വസിച്ചു. 3, ദൈവത്തെക്കാൾ തങ്ങൾക്ക് പ്രയോജനം പാപാണെന്ന് കരുതി. 4, ദൈവം ചെയ്ത നന്മകളെ, അതിലെ സകല നന്മകളെ അവർ വിസ്മരിക്കാനിടയായി. 5, ദൈവത്തിന്റെ കൂട്ടായ്മയുടെ ബന്ധത്തിൽ നിന്ന് അവർ അകന്നുപോയി. 6, ദൈവത്തെ പോലാകാൻ അവർ തെറ്റായ വഴി തെരഞ്ഞെടുത്തു. 7, ദൈവത്തിന്റെ പരമാധികാരത്തെ നിഷേധിച്ചു. നോക്കിക്ക്, കേവലം ഒരു പഴം തിന്നതിന്റെ പിമ്പിൽ അവർ ചെയ്ത പാപങ്ങളുടെ പട്ടികയ ഞാൻ ഓർപ്പിച്ചത്. ശ്രദ്ധിക്കൂ, മഹത്വകരമായ നിലയിൽ, മഹോന്നതമായ നിലയിൽ, ശ്രേഷ്ഠമായ നിലയിൽ, തേജസ്സും ബഹുമാനം അണിയിക്കപ്പെട്ട നിലയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി അവൻ പലവിധ കെടുതികൾക്ക് വിധേയരായിരുന്നു.
പറയുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, മനുഷ്യന്റെ പാപം കൊണ്ട് ഭൂമി ശപിക്കപ്പെട്ടു. 2, പാമ്പ് ശപിക്കപ്പെട്ടു. 3, സ്ത്രീ വേദനയോടെ മക്കളെ പ്രസവിക്കുവാൻ വിധിക്കപ്പെട്ടു. 4, പുരുഷൻ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അല്ലെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് ഉപജീവനം കഴിക്കുവാൻ വിധിക്കപ്പെട്ടു. അടുത്തത് പർദീസയിൽ പുറത്താക്കപ്പെട്ടു. അടുത്തത് നിത്യജീവന്റെ അല്ലെങ്കിൽ ജീവവൃക്ഷത്തിന്റെ ഫലം നഷ്ടപ്പെട്ടു. നോക്കിക്കേ, പാപം ചെയ്ത് അവൻ പർദീസ നഷ്ടപ്പെട്ട്, ജീവവൃക്ഷഫലം നഷ്ടപ്പെട്ട്, അവൻ അധ്വാനത്തിന്റെ ശാപം തലയിൽ വലിച്ചു വെച്ച് പിശാചിനടിമയായി ശാപത്തിനടിമയായി നരകവിധിക്കാർഹരായി തീർന്ന മനുഷ്യവർഗം ഇങ്ങനെ ചരിത്രത്തിലുടനീളം വേദനയുടെ കടന്നു പോകുമ്പോൾ യേശുവിനെ നോക്കിക്കൊണ്ട് വിളിച്ചു ചോദിച്ച ചോദ്യമാണ് വായിച്ചു കേൾപ്പിക്കാൻ ഇടയായത്. ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെ എന്ത് പ്രയോജനം? പാപനിമിത്തം പിശാചിനടിമയായി ശാപത്തിനടിമയായി നിരാശക്കടിമയായി നരകവിധിക്കാർഹരായി ആശയില്ലാത്തവനായി പർദീസയ്ക്ക് പുറത്തു നിന്ന് തേങ്ങി തേങ്ങി കരയുന്ന മനുഷ്യനെ ശ്രദ്ധിക്കൂ. ദൈവം അവനെ പുറത്താക്കി അവനെ പാപത്തിനിരയാക്കിയ പിശാച് മാറി നിന്ന് കടിവെച്ച് കയറ്റിയ നിസ്സഹായനായ മനുഷ്യൻ പർദീസിൽ പുറത്താക്കപ്പെട്ട മനുഷ്യൻ, ചതിച്ചവൻ കൈവിടിഞ്ഞ മനുഷ്യൻ, അതെ നരകവിധിക്കർഹരായ മനുഷ്യൻ, അവൻ അധ്വാനവും വേദനയും ജീവിതത്തിൽ തലയിൽ അവൻ ഏറ്റിവെച്ച മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുകയാണ്. ഇവനെ രക്ഷിക്കുവാൻ, ഇവനെ വിടുവിക്കുവാൻ, ഇവന് ശാപമോക്ഷം നൽകുവാൻ, ഇവന് പാപമോചനം നൽകുവാൻ, ഇവന് രക്ഷ നൽകുവാൻ, ഇവനെ നരകവിധി മാറ്റുവാൻ അവൻ ആരെ കൊണ്ട് കഴിയും? യേശു വിളിച്ചു ചോദിക്കുക, മഹാപുരോഹിതന്മാരെ, യഹൂദ മതത്തിന്റെ മേലധ്യക്ഷന്മാരെ, യഹൂദന്മാരെ, പുരോഹിതന്മാർ നടത്തിയ യാഗങ്ങളെ, അതിന് ആചാരങ്ങളെ, അതിന് അനുഷ്ഠാനങ്ങളെ, അത് പർദീസ നഷ്ടപ്പെട്ട് പാപത്തിനിരയായ പിശാചിന് അടിമയായ നരകവിധിക്കർഹനായ ഈ മനുഷ്യനെ രക്ഷിപ്പാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഈ ചോദ്യത്തിന് മറുപടി പറയുവാൻ കഴിയുന്ന ഒരുത്തരെ ഈ രംഗത്ത് കണ്ടില്ല. ഈ സാഹചര്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനോട് മനസ്സിലിന് മഹോന്നതം വെടിഞ്ഞ് ഈ മണ്ണിൽ മനുഷ്യാവതാരം ചെയ്യുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. മനുഷ്യാവതാരം ചെയ്യുക മാത്രമല്ല, ദരിദ്രരിൽ ദരിദ്രനായി ഭൂമിയിൽ ജീവിച്ച് സകല പാപിയുടെയും പാപത്തെയും ശാപത്തെയും വഹിച്ച് ചോരയും ജീവനും ഊറ്റിത്തന്നുകൊണ്ട് പാപിയായ മനുഷ്യന് വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള വിമോചനത്തിന് വേണ്ടിയുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള മഹത്തായ മാർഗം ഒരുക്കുക ഇടയായി. ഈ സത്വാർത്ത പറയാനാ ഇത്രയും കാശ് മുടക്കി ബന്ധപ്പാട് സഹിച്ച് എരിമുള്ള ദേശത്ത് ഇങ്ങനെ യോഗം ഞങ്ങൾ ക്രമീകരിച്ചതല്ലാതെ മതപരിവർത്തനം നടത്താനല്ല. ഇത് മതപ്രചരണ യോഗമല്ല. ഞങ്ങളുടെ യേശു മതം സ്ഥാപിച്ചിട്ടില്ല. യേശു മതസ്ഥാപകനല്ല. യേശു മതത്തിന്റെ പൊള്ളയായ ആചാരങ്ങൾക്കെതിരെ വിരച്ചൂണ്ടിയവനാ. യേശു മതത്തിന്റെ കപടമായ അനുഷ്ഠാനങ്ങൾക്കെതിരെ അവൻ ചാട്ടവാറെടുത്തവനാ. ആമേൻ. വെള്ളപൂശിയ ചവക്കല്ലറകൾക്കുള്ള മതാചാര്യന്മാർക്കെതിരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞ് അവൻ പ്രതികരിച്ചവൻ ഞങ്ങളുടെ കർത്താവ്. അതുകൊണ്ട് ഞങ്ങൾ മതമല്ല പ്രസംഗിക്കുന്നത്. ഇത് മതപ്രചരണ യോഗമല്ല, ഇത് മതപ്രസംഗമല്ല. പർദീസ നഷ്ടപ്പെട്ട മനുഷ്യര്, പാപത്തിനിരയായ മനുഷ്യര്, നരകവിധിക്കർഹരായ മനുഷ്യര്, പിശാചിന് അടിമയായിട്ടുള്ള മനുഷ്യര്, ആശയ്ക്ക് വകയില്ലാതായെത്തുന്ന മനുഷ്യര്, നിരാശയിൽ പോയ മനുഷ്യര്, പ്രത്യാശ നൽകുന്ന, രക്ഷ നൽകുന്ന, സമാധാനം നൽകുന്ന, നിത്യജീവൻ നൽകുന്ന മാർഗം ചൂണ്ടിക്കാണിക്കുന്ന ക്രിസ്തുവിന്റെ മാർഗത്തിന്റെ വക്തരങ്ങൾ
അതിലേക്ക് കടന്നു വരട്ടെ. ഇങ്ങനെ ഈ നിലയിലായ മനുഷ്യനെ വീണ്ടെടുക്കാൻ ആർക്കും കഴിയില്ല. എന്താ വീണ്ടെടുപ്പ്? അവൻ വീണ്ടെടുപ്പ് എന്ന വാക്കിന്റെ അർത്ഥം 2 പ്രധാന മൂലപദങ്ങളാണ് അതിലുള്ളത്. അഗോറോ ലൂവോ. ഈ വാക്കുകളുടെ അർത്ഥം ഒന്നിച്ചു ചേർത്ത് പറഞ്ഞാൽ ആമേൻ പരസ്യമായ സ്ഥലത്ത് അല്ലെങ്കിൽ പരസ്യ വിൽപ്പന സ്ഥലത്ത് അഥവാ ചന്ത സ്ഥലത്ത് കൊണ്ടു നിർത്തിയിരിക്കുന്ന ഒന്നിനെ വില കൊടുത്തു വാങ്ങി അതിന്റെ ബന്ധനങ്ങൾ അഴിച്ച് സ്വതന്ത്രമാക്കുക എന്നാണ് വീണ്ടെടുപ്പ് എന്ന മൂലപദങ്ങളുടെ അർത്ഥം. ഞാനത് രോഗത്താൽ വേദനയാൽ ബന്ധിക്കപ്പെട്ട് മനുഷ്യനിങ്ങനെ നിൽക്കുക. പിശാചിനി അടിമച്ചന്തയിൽ പാവശാൽ രോഗനിരാശകളാൽ വേദനയാൽ കണ്ണീരിനാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുക. പലരും അതുവഴി വന്നുപോയി. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അവൻ പിശാചിനി അടിമച്ചന്തയിൽ നിന്ന് വില കൊടുത്ത് മനുഷ്യനെ വിലയ്ക്ക് വാങ്ങി അവനെ സകല കെട്ടുകൾ വഴിച്ച് അവനെ സ്വതന്ത്രമാക്കാൻ കഴിയില്ല. ആചാരങ്ങൾക്ക് കഴിയുകയില്ല, അനുഷ്ഠാനങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ ഒന്നിനെയും കുറ്റം പറയുകയില്ല, സത്യം പറയുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളിങ്ങനെ സുവിശേഷമൊക്കെ പറയുമ്പോ ചെല്ല് പറയും ആമേൻ പാരമ്പര്യോ വലുത്. ഞങ്ങളുടെ പിതാക്കന്മാരോട്ട് അങ്ങനെ ചേട്ടാ ഞങ്ങൾ അവിടെ പോക്കോളാം. ഇങ്ങനെ പാരമ്പര്യവാദികൾ ആത്മീയ കാര്യത്തിന് മാത്രമേ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുകയുള്ളൂ. അവരുടെ ഭൗതിക കാര്യം പറയുമ്പോൾ പാരമ്പര്യം ഒന്നും അവർക്കൊരു വിഷയമല്ല. ഞാൻ തെളിവ് പറയാം. നമ്മുടെ പണ്ടത്തെ മുത്തച്ഛന്മാരും മുത്തച്ഛിമാരും ഒക്കെ ഉമിക്കിട്ട പല്ല് തേച്ചോണ്ടിരുന്നത്. കോൾഗേറ്റൊന്നും വന്നില്ലായിരുന്നു. ഉമിക്കിട്ട് പല്ല് തേച്ചോണ്ടിരുന്നത്. പക്ഷെ കാലം കഴിഞ്ഞു, പല തലമുറ വന്നപ്പോൾ ശാസ്ത്രം പുരോഗമിച്ചു. ഇന്ന് ഉമിക്കിയുടെ ആവശ്യമില്ല. കോൾഗേറ്റ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, ടൂത്ത് പേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ആധുനിക തലമുറയിൽ ഞങ്ങൾക്ക് വേണ്ട പേസ്റ്റ്. കാരണം മുത്തച്ഛനും മുത്തച്ഛി ഉമിക്കിട്ടാ പല്ല് തേച്ച, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മതി പറയുമോ? സ്വതന്ത്രം. പണ്ട് കല്യാണത്തിന് പോലും ക്രിസ്തീയ മണവാട്ടികൾ അടുത്ത് മുണ്ടുകൊടുത്ത് ചാട്ടയിട്ടോണ്ടാ പോയിക്കൊണ്ടിരുന്നത്. എത്ര മണവാട്ടി പോകും? ഇന്നത്തെ എത്ര മണവാട്ടി പോകും? അടുക്കിട്ട് മുഴുത്ത് ചാട്ടയിട്ട് ഒരു നേരിലൊക്കെ ചുറ്റി മണവാട്ടിയായിട്ട് എത്ര പേര് പോകും? ആരും പോവുകയില്ല. അപ്പൊ ഭൗതിക കാര്യങ്ങൾക്ക് കാലോചിതമായ മാറ്റം സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറാണ്. പക്ഷേ പിശാചിനെ അടിമച്ചന്തയിൽ നിന്ന് അവനെ രക്ഷിക്കുന്ന, സ്വർഗത്തിൽ കൊണ്ട് അവനെ എത്തിക്കുന്ന, നരകത്തിൽ നിന്ന് അവനെ വിടുവിക്കുന്ന, അവനെ ശാപം മാറ്റിയെടുക്കുന്ന രക്ഷയുടെ മാർഗം പറയുമ്പോൾ അങ്ങേയറ്റത്തെ പാരമ്പര്യം പറഞ്ഞോട് വരിക. നീ അത് പിടിച്ചു തൂങ്ങി കിടന്നു പിശാചിനോട് ഒരുക്കപ്പെട്ട് അഗ്നി തരാതി നീ അവനോടുകൂടെ തള്ളപ്പെടും തീർച്ച. അന്ധവിശ്വാസങ്ങൾ കഴിയല്ല. പല അന്ധവിശ്വാസങ്ങളും കാരണവന്മാരുടെ കുബുദ്ധിന്ന് ഉയരും ആമേൻ ഉണ്ടായതാ. ഒന്നിന്റെ തെളിവ് പറയാം. കട്ടിലെ പിള്ളാര് കയറുന്ന കാലാട്ടുമ്പോ ചിലര് പറഞ്ഞു എന്താണ് കാണിക്കണ? കട്ടിലിരുന്ന് കാലാട്ടുന്നത് ദോഷാടാ. കട്ടിലിരുന്ന് കാലാട്ടുന്നിട്ടോ, കട്ടിലിരുന്ന് കാല് ആട്ടരുന്നത് ദോഷമാണെന്നാ പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? പണ്ട് കാരണവന്മാർ നാലുകുട്ടി ശരിക്ക് ഒന്ന് മുറുക്കിയിട്ട് അന്ന് കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് തോരെ തുപ്പ മുറ്റത്ത് പോവുക എന്ന് പറയും. തികച്ചും അസൗകര്യമുള്ള കാര്യമായതുകൊണ്ട് കട്ടിലെ കീഴെ കോളാമ്പി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാർന്നവർ നീട്ടി അതിനകത്തോട്ട് തുപ്പും. നേരെ വെളുക്കാറാകുമ്പോ കോളാമ്പി നിറഞ്ഞിരിക്കും. അപ്പോൾ ആ കൊച്ചുമോൻ കട്ടിലെ കയറി ഇരുന്ന് കാലാട്ടുന്നത്. കാലാട്ടുമ്പോ കോളാമ്പി തട്ടി കോളാമ്പി മറിഞ്ഞ് അതിനകത്ത് തൈലം പെരക്കകത്ത് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞൊപ്പിച്ച പരിപാടിയാ മോനെ കാലാട്ടരുതിട്ടോ, ദോഷാണ്. വേറെ ചില കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട് മൂവന്തിക്ക് മുറ്റം തൂക്കുമ്പോൾ മൂവന്തിക്കാണോ മുറ്റം തൂക്കുന്നേ? ഐശ്വര്യലക്ഷ്മി കയറി വരേണ്ട അടുത്ത് മൂതേരി കയറി വരും. പൊടി ചൂലും കൊണ്ട് ഭാവം പിടിച്ച കൊച്ചു ചൂലുമായിട്ട് ഒറ്റ ഓട്ടവാ. പുറകിൽ കൂടെ പരിയമ്പറം ഒറ്റ ഓട്ടവാ. എന്താ കാരണം അറിയാവോ? സന്ധ്യാകുമ്പോ വിശ്രമിക്കാൻ ചാരികസരുടെ കാല് കൈകൂടെ നീട്ടിയിരിക്കുന്ന ആമേൻ കാർന്നോര് ആ പെങ്കൊച്ച് മുറ്റം പിടിക്കുമ്പോൾ പൂഴിയെല്ലാം കൊണ്ട് ഇളകി കാർന്നോടെ മൂക്കിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ ഒന്നിക്ക് എന്ത് ചെയ്തത് കുറ്റം പറയാൻ ഇതുപോലെ പലതുമുണ്ട്, സമയമില്ല. ഞാൻ പറഞ്ഞ ആചാരങ്ങൾക്കും
അന്ധവിശ്വാസങ്ങൾക്ക് പിശാചിന്റെ അടിമച്ചന്തയിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, മനുഷ്യനെ രക്ഷിപ്പാൻ യേശു മഹത്തായ മാർഗമൊരുക്കി. സമയം കടന്നുപോകുന്ന ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഈ വിഷയത്തിന് പരിസമാപ്തി കുറിക്കട്ടെ. ആശയം വ്യക്തമാക്കുവാൻ ഒരു ചെറിയ കഥ ഇതിലുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ആമേൻ. നല്ല കഴിവുള്ള ഒരു ശില്പി ഒരിക്കൽ വൈരൂപ്യം നിറഞ്ഞ കല്ലിൽ തന്റെ കരവിരൽ കൊണ്ട് മനോഹരമായ ഒരു ശില്പം കൊത്തി ഉണ്ടാക്കി തന്റെ ശില്പശാലയിൽ വെക്കാനിടയായി. ഒരു ദിവസം ഏതോ ഒരു കള്ളൻ ആ ശില്പം മോട്ടിച്ചുകൊണ്ട് പോകാനിടയായി. ശില്പി വന്ന് ചിത്രശാല നോക്കുമ്പോ ശില്പം കണ്ടില്ല. തന്നെ അതിയായ വേദന തോന്നി. താൻ ഏറ്റവും സ്നേഹിച്ച, തന്റെ ഹൃദയം കവർന്ന, തന്റെ നിശബ്ദ നിമിഷങ്ങൾ ആസ്വദിക്കുന്ന ആ ശില്പം നഷ്ടപ്പെട്ടു പോയ അഗാധ ദുഃഖത്തിൽ ശില്പി ആയിരിക്കുന്ന കാലത്ത് ഒരിക്കൽ താൻ ഇങ്ങനെ ശില്പങ്ങൾ വിൽക്കുന്ന ഒരു ഷോറൂമിന്റെ മുമ്പിൽ കൂടി കടന്നുപോയപ്പോൾ വെറുതെ അകത്തേക്ക് നോക്കിയപ്പോൾ ഗ്ലാസ് ഇട്ട അലമാരിയിൽ തന്റെ ശില്പം ഇരിക്കുന്ന കാഴ്ച കാണാനിടയായി. സന്തോഷത്തോട് ഓടിച്ചെന്ന് ആ ശില്പം കരങ്ങളിലെടുക്കുവാൻ ഈ ശില്പി ശ്രമിച്ചപ്പോൾ കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു, ഇത് കാശ് തന്നാൽ ശില്പം തരാം. ശില്പി പറഞ്ഞു, അയ്യോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലല്ല, നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കാം, പക്ഷെ കാശ് തന്നാലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ശില്പം തരികയുള്ളൂ. ആ ശില്പി കാശ് കൊടുത്ത് ആ ശില്പം വാങ്ങിയിട്ട് പറഞ്ഞു, അല്ലയോ ശില്പമേ, അതെ ഞാൻ നിന്നെ ഒരിക്കലും കരങ്ങൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കി, ഇപ്പോൾ ഇതാ അങ്ങനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇതത്രേ പാപിയായിത്തീർന്ന മനുഷ്യനെ പിശാചിന്റെ അടിമച്ചന്തയിൽ പാപത്താലും ശാപത്താലും നിരാശയാലും രോഗത്താലും തളർച്ചയാലും ബന്ധിക്കപ്പെട്ട് നരകവിധിക്ക് വേണ്ടി കാത്തുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ പാരിതാരുമില്ലാതിരിക്കുമ്പോൾ പരലോകത്തു നിന്നും പാപത്തിന്റെ ദുർഗതം വമിക്കുന്ന ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പാപരഹിതനായി ജീവിച്ച് മനുഷ്യന്റെ പാപം തന്റെ മേൽ വഹിച്ച് ഗതസമരത്ത് ഗോൽഗോതയോളം തന്റെ രക്തം ചിന്തി മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, മനുഷ്യന് മറുവില നൽകുവാൻ, മനുഷ്യനെ രക്ഷിപ്പാൻ, മനുഷ്യന് പാപമോചനം നൽകുവാൻ, അവന് നിത്യജീവൻ നൽകുവാൻ, അവനെ ദൈവരാജ്യത്തിന് അവകാശിയാക്കുവാൻ യേശു തന്നെ ചുടുചോര ഗതസമരമുണ്ട് ഗോൽഗോതയോളം ചിന്തുവാനിടയായി യേശുവിന് വലിയ വില മുടക്കി. അവൻ മുടക്കിയ വില സ്വന്തം ശരീരത്തെ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. മുഖരോമങ്ങൾ പിഴുതെടുക്കപ്പെട്ടു. തലകൾ മുൾക്കിരീടം ധരിക്കുവാനിടയായി, മുഖത്ത് തുപ്പലേൽക്കുവാനിടയായി, കണ്ണം തടിയേൽക്കുവാനിടയായി, പുറവുടുവാൻ പോലെ ഉള്ളുമറിക്കപ്പെടുവാനിടയായി, വസ്ത്രം മാറ്റിവച്ചവന് രക്തമരം ധരിപ്പിച്ചു. കത്തളത്തിക്കൊണ്ട് കുഴിച്ചു നിർത്തി രണ്ട് പടയാളികൾ അപ്പുറം ഇപ്പുറം മാറി മാറി മുൾക്കത്തുകൾ അസ്ഥികൾക്ക് എത്തിയ അത് സ്വന്തം ചാട്ടമാറ് അന്തരീക്ഷത്തിലേക്ക് ചുഴത്തി വീശി അവരെ പുറത്ത് കാകടിക്കുവാനിടയായി, അവരെ ശരീരത്തിലെ മാംസത്തുണ്ടുകൾ അവർ മുഴുക്കലത്തിലെ കോർത്തെടുക്കുവാനിടയായി. ഒരു രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ മാറി മാറി വിസ്തരിക്കപ്പെട്ട് ചോര ചിന്തി മുൾക്കിഴ ചൂടി ശരീരം കീറി മുറിക്കപ്പെട്ട് തളർന്ന് അവസരമായ യേശു ഭാരമേറിയ മരക്കുരിശ് ചുവന്ന് കാലുവറിയിലേക്ക് നടന്നു കയറി. കള്ളന്മയോട് ഉറച്ച നിലവിളിയോട് താൻ പ്രാണനെ വെടിയുവാനിടയായി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്താ എന്ന് ക്രൂരമായ വേദനയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ ദൈവീയ ക്രോധാഗ്നിയുടെ ശിക്ഷയില് യേശു അന്തരിയുമ്പോൾ വിളിച്ചു പറയുന്നു, നിലവിളിക്കുന്നു, ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ രംഗം നോക്കി നിൽക്കുവാൻ കഴിയാതെ ഇതാ സൂര്യൻ അത് കടത്തിരുവാനിടയായി, ചന്ദ്രബിംബം മുഖം പൊത്തുവാനിടയായി, ഭൂമി കുരുങ്ങുകയാണ്. ഹല്ലേലൂയ. പാറകൾ പിളരുകയാണ്. പ്രപഞ്ചത്തിന് പോലും പ്രകൃതിക്ക് പോലും നോക്കി നിൽക്കുവാൻ കഴിയാത്ത ഏറ്റവും വേദനാജനകമായ ഏറ്റവും ഹീനമായ സംഭവം ക്രൂശരങ്ങേറുകയാണ്. എന്തിനു വേണ്ടി? പാപിയെ വീണ്ടെടുക്കുവാനുള്ള മറുവില യേശു നൽകുകയാണ്. എല്ലാവർക്കും സ്ഥാനം എഴുന്നേക്കാം. നിന്നെ രക്ഷിപ്പാൻ യേശു നിനക്ക് വേണ്ടി തന്റെ ജീവകാലുവരിൽ ബലിയായി അർപ്പിച്ചു. അവന്റെ അവസാനത്തെ തുള്ളിച്ചോര വരെയും
അവൻ ഊറ്റിത്തരുവാനിടയായി. അവൻ നിന്റെ ശിക്ഷ അവൻ സഹിക്കുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പാപമോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, ശാപത്തിന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ആത്മരക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, വീണ്ടെടുപ്പ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, നരകത്തിന് വിമോചനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തിന് മകനായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ, പാപം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവൻ ആരുമായിക്കൊള്ളട്ടെ, ദയവായി നിൽക്കുന്ന നിൽപ്പിൽ നിന്റെ കരമൊന്ന് ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി നിന്റെ വിടുതൽ രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ രക്ഷയുടെ രാത്രിയാണ്. മടിക്കേണ്ട, ശങ്കിക്കേണ്ട. ഇന്ന് രാത്രി വിടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി നിനക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച, നിനക്ക് വേണ്ടി ചോര ചിന്തിയ, നിനക്ക് വേണ്ടി ഉറച്ച നിലവിളിയോട് പ്രാണേവിടിയ അവൻ യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കുവാൻ, ജീവിതം സമർപ്പിക്കുവാൻ ആരെങ്കിലും തയ്യാറാകുന്നുവെങ്കിൽ ദയവായി കരമുയർത്താം. അവൻ ഉയർത്തിയ കരത്തെയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ ഉയർത്തിയ കരത്തെയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒറ്റ വാക്കിനെ ഓർപ്പിക്കട്ടെ. പ്രിയരെ, മരിച്ചുയർത്ത് സ്വർഗീയ കരയേറിപ്പോ യേശു മടങ്ങി വരാൻ പോകുന്നു. വീണ്ടെടുപ്പ് പ്രാപിച്ചവർ സ്വർഗത്തിലേക്ക് പറന്നുയരും. അല്ലാത്തവർ ആമേൻ ഈ ലോകത്തോട് നശിക്കാൻ പോവുകയാണ്. അത് വടക്കനിൽ ഇന്ന് ഭൂകമ്പമുണ്ടായി, നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു. കേരളത്തിൽ താമസമില്ല, ശക്തമായ ഭൂകമ്പം ഉണ്ടാകും. ലോകം നാശത്തിലേക്ക് കുതിച്ചു പായുകയാണ്. അവൻ കാക്കയും കുയിലും കണ്ടാൽ ഒരുവരിക്കും. രണ്ടിന്റെയും നിറമൊന്ന്, ആകൃതിയൊന്ന്, തിരിച്ചറിയാൻ ഒക്കത്തില്ല. പക്ഷെ വസന്തം വരുമ്പോൾ രണ്ടിനെയും തിരിച്ചറിയാം. വസന്തം വരുമ്പോൾ സസ്യങ്ങൾ അനുഗ്രഹീതമായ തളിരിലകൾ പുറപ്പെടുവിക്കുവാൻ ഇടയാകും. കുയില് ഈ തളിരിലകൾ കൊത്തിത്തിന്ന് കണ്ടശുദ്ധി വരുത്തി മനോഹരമായി പാടും. പക്ഷെ കാക്ക തളിരില എത്ര കൊത്തിത്തിന്നാലും അതിന് പാടുവാൻ കഴിയുകയില്ല. പക്ഷെ വസന്തം വരുമ്പോൾ രണ്ടിനെയും തിരിച്ചറിയാം. ഇപ്പോൾ വീണ്ടെടുപ്പ് പ്രാപിച്ചവരും വീണ്ടെടുപ്പ് പ്രാപിക്കാത്തവരും രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തിരിച്ചറിയാൻ ഒക്കത്ത. ഇവിടെ പാട്ടുണ്ട്, അവിടെ പാട്ടുണ്ട്, ഇവിടെ വചനപ്രഘോഷണമുണ്ട്, അവിടെ വചനപ്രഘോഷണമുണ്ട്, ഇവിടെ ലോകശാന്തിയുണ്ട്, അവിടെ ലോകശാന്തിയുണ്ട്, ഇവിടെ അന്യഭാഷയുണ്ട്, അവിടെ അന്യഭാഷയുണ്ട്. ആരെയും തിരിച്ചറിയാൻ ഒക്കത്തില്ല. പക്ഷേ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു മടങ്ങി വരും. അവൻ മടങ്ങി വരും. അന്ന് തിരിച്ചറിയോ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ആകയാൽ യേശുവിനെ മടങ്ങി വരവെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുവാൻ ഹല്ലേലൂയ. ഇനി ആരുണ്ട്? ഇനി ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ആരുണ്ട്? ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയുന്ന പ്രാർത്ഥനാവാചകങ്ങൾ ദയവായി എന്നോട് ചേർന്ന് ആത്മാർത്ഥോടെ ഏറ്റു പറയുക. ആ നിമിഷം തന്നെ ഒരു വലിയ വിടുതൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദയവായി എല്ലാവരും കണ്ണുകളെ ഇന്ന് രാത്രി കൈ ഉയർത്തിയവർ, കരം ഉയർത്തിയവർ, തീരുമാനമെടുക്കാൻ കരം ഉയർത്തിയവർ വലത് കരം നെഞ്ചോട് ചേർത്ത് വെച്ചാട്ടെ. ഞാൻ പറഞ്ഞിരുന്ന പ്രാർത്ഥനാവാചകം ദയവായി എന്നോട് ഏറ്റു പറയുക. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപത്തിന്റെയും ശാപത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി യേശുവേ അങ്ങ് ക്രൂശിൽ മരിച്ചെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവേ, അങ്ങയെ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ രക്ഷകനായി, എന്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ പാപങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഇന്നു മുതൽ നിഷ്ഠ ചെയ്ത് ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ എല്ലാവരും കണ്ണടച്ചാട്ടെ. ഇന്ന് രാത്രി വിടുതൽ ആവശ്യമുള്ള എല്ലാവരും തങ്ങളുടെ വലതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വിശ്വാസികളും ആ വിടുതൽ ആവശ്യമുള്ളവർ പാപശാപങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിക്കുവാൻ, ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും പ്രാപിച്ച് ശാരീരികവും മാനസികവും വിടുതലോടെ മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ദയവായി കരം ചേർത്ത് വെച്ച് ആത്മാർത്ഥ നിമിഷം പ്രാർത്ഥിക്കുക. ശാപത്തിന്റെ അഴിയട്ടെ. ആമേൻ. രാത്രി സാത്താൻ അടിയറ പറയട്ടെ. ആമേൻ. യേശുവിന്റെ ജയഘോഷം ഉയരട്ടെ. ആമേൻ. എല്ലാവരെയും സ്തുതിച്ചാട്ടെ.
പ്രാർത്ഥനകൾക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഈ മഹായോഗത്തിൽ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് പ്രത്യേക കർത്താവിന്റെ പ്രദാസൻ ജോസ് പാസ്റ്റർക്കും ഇതുവരെയും വളരെ പ്രാർത്ഥന എന്നെ ശ്രദ്ധിച്ച ദൈവജനത്തിനുള്ള പ്രത്യേകമായി നന്ദി കഥ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.